പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനം വിശുദ്ധ അന്തോണീസിന്റെ കൂട്ടായ്മയിൽ ഒരു വലിയൊരു കൃപ, ദൈവകൃപ നമ്മിലേക്ക് ഒഴുകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് അത് വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 10:9. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. ഒരു വലിയൊരു ആത്മീയ സത്യമാണ്, രഹസ്യമാണ്. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാനുള്ള 2 കാര്യമാണ്. ഒന്ന്, അധരം കൊണ്ട് യേശുവേ എന്ന് നമ്മൾ വിളിക്കണം. 2, ഹൃദയത്തിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു ഇന്ന് നമ്മുടെ മധ്യേയുണ്ട് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അധരം കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പോഴെങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങൾ, നമുക്ക് ഇച്ചിരി പഠിപ്പും അല്ലെങ്കിൽ ഇച്ചിരി വരുമാനമൊക്കെ വന്നു കഴിഞ്ഞാൽ യേശു എന്ന് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ മോശം, അതൊരു ഇഷ്ടക്കേട്. യേശു എന്ന അധരം കൊണ്ട് പറയാൻ ഒരു മടി. അതുപോലെ തന്നെ പലവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് ഹൃദയത്തിൽ ലോകം കയറിയിട്ട് എന്തായി, ഹൃദയം കൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതൊരു പൈശാചിക പീഡയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ ദൈവം തന്നതല്ലാതെ ഒരൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ദൈവമാണ്, തമ്പുരാനാണ് എല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തമ്പുരാനെ അധരം കൊണ്ട് ഏറ്റുപറയുവാൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ വേണ്ട ദൈവകൃപ നമുക്ക് സമൃദ്ധമായിട്ട് നൽകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത് കേൾക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.